രാവിലെ 8 മണി മുതലേ നല്ലതാ ഇതുപോലത്തെ ചൂട് പൊറോട്ടയും മീൻകറിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. ഇതാ കേരക്കറി കേട്ടോ ഇന്ന്. പൊറോട്ടയും മീൻകറിയും ഇഷ്ടമാണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ എല്ലാ ഐറ്റവും ഇവിടെ മീൻകറി, ഇറച്ചി, മുട്ട, മീൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ, എല്ലാ ഐറ്റവും നമ്മൾ കൊണ്ടുവന്ന് ഒരുമിച്ചാണ് നമ്മൾ തുറക്കുന്നത്. ഒരാളും ഇവിടെ വന്നിട്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് പോരുത്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ കുടിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാം. ഇത് കണ്ടോ, ഇന്നൊരു ഉദ്ഘാടനമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മളൊരു 5 മാസം മുന്നേ നമ്മൾ പന്തളത്ത് വന്നിട്ട്, പന്തളത്ത് നിന്ന് വേറെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പന്തളത്ത് വന്നിട്ട് ശരത്തിൻ്റെയും അമ്മൂസ് കിച്ചൺ, നമ്മളവരെ വീട്ടിലൊക്കെ പോയി ചോറൊക്കെ ഉണ്ടാക്കുന്ന, കുക്ക് ചെയ്ത് വളരെ വിശദമായിട്ട് 10-13 കൂട്ടം കറികളൊക്കെ ചേർത്ത് പൊതിച്ചോറൊക്കെ കൊടുക്കുന്ന ഒരു കടയുടെ വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ ശരത്ത് പറയുന്നുണ്ട് എനിക്ക് കുറച്ചും കൂടി സ്ഥല സൗകര്യത്തിൽ ഒരു പുതിയ കട തുടങ്ങണം എന്നൊക്കെ. എന്തായാലും ആ സ്വപ്നം ഇന്ന് നടക്കുവട്ടെ. ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതി വളരെ സന്തോഷത്തിൽ രാവിലെ 9 മണിക്ക് ഐശ്വര്യമായിട്ട് നമ്മളിവിടെ വിളക്ക് കൊളുത്തി ഈ കടയിലോട്ട് കയറുക. അപ്പോൾ ആ കടയിൽ ഉച്ചത്തെ ഊണ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇവിടെ ആകുമ്പോഴേക്കും പെല്ലുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ, രാത്രി 10-11 മണി വരെയുള്ള ഭക്ഷണമുണ്ട്. പണ്ടത്തെ പോലെ തന്നെ ശരത്തിൻ്റെ അമ്മയും അച്ഛനും തന്നെയാണ് വയ്ക്കുക. എല്ലാം വീട്ടിൽ നിന്ന് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവരിക ചെയ്യുക. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. ഇതാ നല്ല കേരക്കറി റെഡി ആയിട്ടിരിക്കണ കണ്ട. ഇതാണെങ്കിൽ ചിക്കൻ്റെ റോസ്റ്റ്. ഇതാ നല്ല വരട്ടിയെടുത്ത ബീഫ് കണ്ടോ. ഇത് ബീഫ് കറി കേട്ടോ. അപ്പൊ നല്ല ചൂട് കടലക്കറി വേണ്ടവർക്ക്. അങ്ങനെ അന്ന് പറഞ്ഞ സ്വപ്നം അല്ലേ പുതിയൊരു കടയിലേക്ക് മാറി. എന്തൊക്കെയാ ഇവിടുത്തെ സ്പെഷ്യല്? ഇവിടുത്തെ സ്പെഷ്യല് നമ്മുടെ അവിടുത്തെ പോലെ തന്നെ. പിന്നെ ഇവിടെ കപ്പ ബിരിയാണി, പിന്നെ മുട്ട, ഇത് കൊത്തു പൊറോട്ട, പിന്നെ ചില്ലി, അങ്ങനെയുള്ള ചൈനീസ് കൂടെ വരുന്നുണ്ട്. അത് വൈകിട്ടാണോ? വൈകിട്ട്. ഉച്ചക്ക് എന്താ കൊടുക്കുക? ഉച്ചക്ക് നമ്മുടെ സാധാ ഊണും നമ്മുടെ 13 കൂട്ടം കറിയും കൂട്ടാനും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഊണ്. അവിടുത്തെ അതേ സാധനം. അതേ തന്നെ, നമ്മൾ നിർത്തുന്നില്ല. ആ കട അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഒരു പുതിയ സംരംഭം. നമ്മുടെ അതിന്റെ ഒരു ബ്രാഞ്ചായിട്ട് നമ്മൾ ഭക്ഷണം ഇപ്പോഴും അവിടത്തെ പോലെ തന്നെ അവിടെ തന്നെ വെച്ചിട്ട് നമ്മളാണെങ്കിൽ അന്ന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവിടെ തന്നെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവരുക. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പൊ ഇച്ചിരി കൂടെ ഒന്ന് സൗകര്യമായല്ലോ. ഇപ്പൊ പൊതിയാനും എടുക്കാനും ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഒരു സംഭവം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. എത്ര മണിക്കാ തുറക്കുക? രാവിലത്തെ നമ്മൾ രാവിലെ 7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇറച്ചിയൊക്കെ, പൊറോട്ടയും മീൻകറിയും എല്ലാ സാധനവും രാവിലെ തന്നെ. എല്ലാം. രാത്രി എത്ര മണി വരെ കാണും? രാത്രി നമ്മൾ 11 മണി വരെ. 11 മണി വരെ ഉണ്ട്. മറ്റേ കട രാത്രി ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നിങ്ങൾ മറ്റേത് രാത്രി ഇല്ലാന്നെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ അതും 7 മണിയാകുമ്പോ തന്നെ അതും സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഞായറാഴ്ച ഉണ്ടോ? ഞായറാഴ്ച ഉണ്ട്. ഒറ്റ ദിവസം പോലും അവധിയില്ലോ. പഴയ പൊതിച്ചോറ് പിന്നെ അതിലും പ്രൗഢിയായിട്ട് ഇപ്പൊ ഉണ്ട്. അതാണല്ലോ നമ്മുടെ ഒരു തുടക്കം. പിന്നെ നമ്മുടെ ജീവിതമേ മാറ്റിമറിച്ചതാ പൊതിച്ചോറില്ല. അത് നിർത്തി കളയാൻ പറ്റൂല, ഒരിക്കലും പറ്റത്തില്ല. ഇതും അങ്ങനെ ഉഷാറായി പോട്ടെ. ഇനിയും ഒരുപാട് കടകൾ ഉണ്ടാവട്ടെ. ഇതാ നല്ല ചൂട് സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും അതിൻ്റെ കൂടെ നല്ല കേരക്കറി. കേട്ടാ, ഞാൻ ഇവിടേക്ക് ഒരിടത്തും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ പോയപ്പോൾ പാലക്കാട്, പിന്നെ കോഴിക്കോട് അങ്ങനെയൊക്കെ ചെന്നപ്പോഴാണ് പൊറോട്ടയും മീൻകറിയും രാവിലെ 8 മണി 7 മണി സമയത്തൊക്കെ പൊറോട്ടയും മീൻകറിയും കിട്ടുന്നത് അവിടേക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ തിരുവനന്തപുരത്ത് പണ്ട് ഒരു കടയിൽ ജസ്റ്റ് രാവിലെ മാത്രം പൊറോട്ടയും മീൻകറിയും കിട്ടുന്നേ ഉള്ളൂ. അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടണം അങ്ങനത്തെ ഒരു സ്ഥലമല്ല, ഞാൻ അല്ലാണ്ട് കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ രാവിലെ തന്നെ പൊറോട്ടയും മീൻകറി കിട്ടും. മീൻ ചാറിൽ കിടന്നേ ആ പൊറോട്ട അങ്ങോട്ട് നല്ലോണം കുതിർന്ന് വന്നേ. നമുക്കൊരു മീൻ കഷ്ണം കൂടെ ചേർത്ത് കഴിക്കാം. നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച മീൻ രസമുണ്ട്. ഇവരുടെ വീട്ടിലാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, എല്ലാം വിറകടുപ്പയിലാണ് വയ്ക്കുന്നത്. മറ്റേ മൺചട്ടിയിൽ കിടന്ന് മീൻ വെന്ത് ചെറിയ തീയിൽ കിടന്ന് കഴിയുമ്പോൾ ആ മീൻകറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അതാണ് കറക്റ്റ് കേട്ടോ.
കഷ്ണത്തേലേക്കൊക്കെ നല്ലപോലെ പിടിച്ച്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു സൂപ്പർ മീൻകറിയാണ് ഇവിടുത്തെ. ശരത്തിന്റെ അച്ഛനും അമ്മയാണെങ്കിലും കുറേ വർഷം അവർ ഹോട്ടലിൽ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടിരുന്നവരാ. അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ശരിക്കും ലൊക്കേഷൻ ഉണ്ടല്ലോ, നമ്മളെ പന്തളത്തു നിന്ന് മാവേലിക്കരയൊക്കെ പോകുന്ന റോഡിലോട്ട് കുറച്ച് അധികം ഉള്ളിലേക്കല്ല, കുറച്ചും ഇങ്ങോട്ട് കയറുമ്പോൾ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ മുട്ടാറെന്നാ പറയാ. മുട്ടാർ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട്, തൊട്ടിപ്പുറത്തൊരു മുസ്ലിം പള്ളി ഉണ്ട്. അതിന്റെ ഇടയിലായിട്ടാണ് അച്ചായൻസ് എന്ന് പറഞ്ഞാണ് കടയുടെ പേരിട്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ ഓൾറെഡി ലൊക്കേഷൻ ഉണ്ട്. ഇത് ഇവിടുത്തെ ചിക്കൻ റോസ്റ്റ് ആണ് ഇത്. ഇത് 2 പീസ് ഇങ്ങനെ വരുന്ന ഹാഫാ 130 രൂപ. വലിയ പീസായിട്ട് എന്താ. നമ്മൾ ആദ്യം മീൻകറി കാണിച്ചിരുന്നില്ലേ, മീൻകറി ആണെന്ന് വെച്ചാൽ 80 രൂപയാണ്. അതുപോലെ പൊറോട്ടയൊക്കെ ഇവിടെ എപ്പോഴും 10 രൂപ തന്നെയുള്ളൂ. വേറൊരു ഇതായിട്ടുള്ള കാര്യം, ബിരിയാണിയും പിന്നെ ഇറച്ചിയും ഒക്കെ വില കൂടിയപ്പോൾ, മീനും ഒക്കെ വില കൂടിയപ്പോൾ എല്ലാവരും വില കൂട്ടുള്ളൂ. അവരും വില കൂട്ടി. ഇപ്പോൾ വീണ്ടും ചിക്കന് 130ലേക്ക് വന്നു. അപ്പോൾ ഇവർ അതുപോലെ തന്നെ ബിരിയാണിക്കും ഇറച്ചിക്കും ഒക്കെ വീണ്ടും തിരിച്ച് വില കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെയുള്ള കടകൾ കുറവാണ്. കൂട്ടുമ്പോൾ കൂടും, പിന്നെ കുറയ്ക്കണ സമയത്ത് എല്ലായിടവും ഒന്നും കുറയ്ക്കാറില്ല. പക്ഷെ കാണാൻ നല്ല നല്ല രസമുണ്ട് ഇവിടുത്തെ എല്ലാ കറികളും. കടലക്കറി പോലും ഒരു പ്രത്യേക തരം കൊഴുപ്പും ഒക്കെ ആയിട്ട് വറുത്തിട്ടാ വെച്ചിരിക്കണേന്ന് തോന്നുന്നു കേട്ടോ. നല്ല മുറുക്കം. എല്ലാത്തിന്റെയും മസാല പിന്നെ രസം. ഇതാണ് ഇവിടുത്തെ നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചു തന്നില്ലേ, ആ ബീഫ് ഫ്രൈ ആണ്. 140 രൂപയാണ് ഇങ്ങനെ ഒരു പ്ലേറ്റ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ അന്വേഷിച്ച് വരുന്നതും ഈ സാധനത്തിനത്രേ. ഇതൊക്കെയാണ് പുതിയ കടയുടെ വിശേഷങ്ങൾ. ഈ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ എന്ത് കാര്യത്തിനും അതിനകത്ത് ഒരു 100% നമ്മുടെ എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വൈകിട്ടാണെങ്കിലും അതിൻ്റെ റിസൾട്ട് നമ്മളെ തേടി വരും. അപ്പോൾ ഞാൻ ലൈഫിൽ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ശരത്തും അമ്മും കൂടെ റോഡിൽ ഒരു ചെറിയൊരു ഇതുപോലെ ഒരു ടേബിൾ വെച്ചിട്ട് 10 പൊതിച്ചോറും കൊണ്ട് തുടങ്ങിയവരാണ്. അതിനുശേഷം അമ്മൂസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അവരൊരു കട ഒരു വാടകയ്ക്ക് എടുത്തു. ഇപ്പോൾ 2ാമത്തെ. ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ. കാരണം അത്രയും കഷ്ടപ്പെടാം. 2 പേരും അവരുടെ അച്ഛനും അമ്മയും എല്ലാ ആളുകളും ഒരേപോലെ നിന്ന് കഷ്ടപ്പെടുകയാണ്, ഒരു വിശ്രമം ഇല്ലാതെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ഫലം നമുക്ക് ആ സമയത്തൊന്നും കിട്ടുമൊന്നുമില്ല. ഇപ്പോൾ അവരുടെ ഏറ്റവും സ്ട്രഗ്ലിംഗ് പീരീഡാണ്. കാരണം ഒരു കട റൺ ചെയ്ത് പോകുന്നുണ്ട്, അതിൽ നിന്ന് എടുത്തിട്ടാവും ഇതിലേക്കൊക്കെ ഇനി ലാഭമൊക്കെ വന്നു തുടങ്ങാൻ ഇതിൻ്റെ വാടകയൊക്കെ കഴിഞ്ഞ് സമയമെടുക്കും. പക്ഷെ എങ്കിൽ പോലും 1-2 വർഷത്തിന്റെ ഇടയിൽ ഒരു പക്ഷെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ മാറിയിട്ടുണ്ടാവും. ഇപ്പോഴും ആണ്. കാരണം പൊതിച്ചോറുന്ന് ഇവിടം വരെ 2 കൂടി കട വാടകയ്ക്ക് എടുക്കാൻ പറ്റിയെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഉള്ളതാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, ഇപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ മാറി വരുന്ന ഒരു സമയമുണ്ട്. പക്ഷെ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. രണ്ടും കൽപ്പിച്ച് നമുക്ക് അതിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ മെനക്കെടാൻ തയ്യാറാണ്. ഇന്ന് രാവിലെ 5:30ക്കാണ് ഇവിടെ തിരിച്ചു പോകുന്നത്. എന്നിട്ട് 1 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് 6:30 ഇവർ വീണ്ടും തിരിച്ചു വന്നു. അപ്പം അത്രയും ഇതിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഉദ്ഘാടനം നടത്താൻ പറ്റിയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പിന്നെ ആത്മവിശ്വാസവും ഇതും ഒക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. അത് എനിക്ക് സ്വന്തമായിട്ട് ഞാനും എൻ്റെ ഓരോ കാര്യങ്ങൾക്കകത്തും വളരെ റിസ്ക് എടുത്തിട്ടൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. വെറുതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എന്തെങ്കിലും ആയതൊന്നുമല്ല. ഇന്നലെ തന്നെ ഒരു 12:30ക്കാണ് ഉറങ്ങാൻ പറ്റിയത്. കാരണം വേറെ വീഡിയോൻ്റെ ഓണം തിരക്കുകളൊക്കെ വന്നു തുടങ്ങി, വീഡിയോൻ്റെ കാര്യങ്ങളുണ്ടായി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് 12:30 ഞാൻ കിടക്കുമ്പോൾ. പക്ഷെ 3 മണിക്ക് അലാറം വെച്ച് എണീറ്റാലേ എനിക്ക് 8 മണിക്കകത്ത് ഇവിടെ എത്താൻ പറ്റുള്ളായിരുന്നു. പന്തളത്തേക്ക് ഞാൻ എത്താനല്ലോ. കൊച്ചിനുള്ള ഭക്ഷണവും, കൊച്ചിന് 6:30 കൊച്ചിനെ സ്കൂളിൽ പറഞ്ഞു കൊടുക്കണം. അതിനുള്ള ഭക്ഷണവും ഉച്ചത്തേക്കുള്ളതൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഞാൻ 3 മണിക്ക് എണീക്കണമായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് സമയം ഉറങ്ങാൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഇതെൻ്റെ ജോലിയാണ്. ഞാൻ ഇതിനകത്ത് ആത്മാർത്ഥത കാണിക്കണം എന്നുള്ളത് അത് എനിക്ക് ഉറപ്പാണ്. എനിക്കത് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ നിർബന്ധമാണ്. നമ്മളൊരു കാര്യം ചെയ്യെങ്കിൽ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ചെയ്യണ്ട, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. അതേ സാധനമാണ് ഞാൻ ഇവരിൽ എപ്പോഴും. അത് വന്നപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ശരത്തിൻ്റെ അമ്മുവിൻ്റെ ഒരു ഡെഡിക്കേഷൻ, ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ്. അതുകൊണ്ട് ഇനിയും ഒരുപാട് കടകളിലേക്കൊക്കെ പോട്ടെ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അച്ചായൻസ് എന്നാണ് കടയുടെ പേര്. മുട്ടാർ എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. പന്തളം ജംഗ്ഷനിൽ നിന്ന് മാവേലിക്കര പോകുന്ന റോഡിൽ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം. ഞങ്ങൾ ഇറങ്ങുക.